ക്രിസ്തു യേശുവായുടെ നാമത്തിൽ എ ലൈറ്റ് ഇൻ ദ ഡീകോഡേഴ്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ധന്യനായ അപ്പസ്തോലൻ പൗലോസ് ഇങ്ങനെ എഴുതുന്നു: സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. എന്നാൽ അതേ പൗലോസ് ശ്ലീഹ തന്നെ ഫിലിപ്പിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലുമായിട്ട് പറയുന്നു, എന്നോട് കൂടെ സുവിശേഷ വേലയിൽ വ്യാപൃതരായിരുന്ന സ്ത്രീകൾ എന്ന്. ബൈബിൾ ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പൗലോസ് അപ്പസ്തോലനെ 2 പ്രാവശ്യം കൈക്കൊണ്ട് അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദൈവദാസന് കൈത്താങ്ങലായി നിൽക്കുന്ന സ്ത്രീ, അതുപോലെ തന്നെ പ്രവാചകനെ കൈത്താങ്ങലായി നിൽക്കുന്ന ഒരു വിധവ. ഇവിടെയൊക്കെ ദൈവം സ്ത്രീകളെ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ നമ്മളൊന്ന് നോക്കിയേ, ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജനത്തെ മുഴുവൻ നശിപ്പിച്ച് കളയേണ്ടതിന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അതേ രാജാവിനെ കൊണ്ട് തന്നെ ആ കൽപ്പന തിരുത്തി എഴുതിക്കുന്ന ഒരു എസ്തേറിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിൽ ഉണർവിനെ കുറിച്ച് സഭകളും ദൈവദാസന്മാരും വാതോരാതെ പ്രസംഗിക്കുകയും വാതോരാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവെന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ അതിശക്തമായി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, യഥാർത്ഥമായ ദൈവവചന ഘോഷണത്തിനു വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നു. പല വൻ മരങ്ങളും ഫലമില്ലാതെ ഇലകൊഴിഞ്ഞു നിൽക്കുമ്പോൾ ഇലകൊഴിഞ്ഞതെന്ന് കരുതപ്പെടുന്ന പല സ്ത്രീകളെയും പല ദൈവദാസിമാരെയും ദൈവം അതിശക്തമായി എടുത്ത് ഉപയോഗിക്കുവാൻ പോകുന്നു. ഒരുങ്ങിക്കൊള്ളുക, അവർ വീരനാം ദൈവത്തെ പ്രസംഗിക്കും. നമുക്കൊരുമിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒരുമിച്ച് ഒരുങ്ങുക, ഒരുമിച്ച് നമുക്ക് അത്ഭുതങ്ങൾ കാണുവാൻ തയ്യാറാകാം.